സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. മമ്മൂക്കയെ പറ്റിയുള്ള ഒരു കാര്യമാണ്. വയനാട് ചൂരൽമലയിൽ അവിടെ മമ്മൂക്ക സന്ദർശിക്കുകയും ആ ടൗൺഷിപ്പ് പദ്ധതി കാണാനായിട്ട് മമ്മൂക്ക അവിടേക്ക് എത്തുകയും അതിനുശേഷം മമ്മൂക്ക അവിടെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ചെയ്തൊരു കാര്യത്തെപ്പറ്റി നമ്മളെല്ലാം ചർച്ച ചെയ്താണ്, നമ്മളെല്ലാവരും കണ്ടതുമാണ്. അപ്പം അങ്ങനെ വളരെ മോശമായിട്ട് അയാളെ മുഖത്ത് നോക്കി തന്നെ അയാളെ പരിഹസിക്കുന്നൊരു മമ്മൂക്കയെ നമ്മളവിടെ കണ്ടു. ഒരു ധാർഷ്ട്യമുള്ള, ഒരു കർക്കശക്കാരനായിട്ടുള്ള, ഇത്രയും പ്രായമായിട്ടും അഹങ്കാരം തെല്ലിട പോലും കുറയാത്ത, ഇത്രയും പ്രായമായിട്ടും തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് പുച്ഛം കാണിക്കുന്ന ആ ഒരു കാശിൻ്റെയും പദവിയുടെയും അഹങ്കാരം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് മമ്മൂട്ടിയെ നമ്മൾ പല ആളുകളും പറയുന്നതും മമ്മൂട്ടിയെ പറ്റി പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നതും കുറേ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എല്ലാവരും ചർച്ച ചെയ്ത്, കേരളത്തിലുള്ള എല്ലാ ആളുകളും അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അത് വലിയൊരു സെൻസേഷണലായ ഒരു കാര്യമായിരുന്നു. അതായത് മമ്മൂക്ക തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു കുശലാന്വേഷണം ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തപ്പോൾ അത് അവിടെ തുറന്നു പറയുകയും ചെയ്തതിൻ്റെ പേരിൽ വലിയ രീതിയിൽ വേട്ടയാടലുകൾക്ക് ഇരയായ ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക. വലിയ രീതിയിൽ വേട്ടയാടലുകൾക്ക് ഇരയാക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്കയെ, അല്ലെങ്കിൽ മമ്മൂക്കയെ അങ്ങനെ ആക്കാൻ വേണ്ടി പല ആളുകൾ ശ്രമിച്ചതാണ്. പക്ഷേ ഈ ആളുകളെല്ലാം ശ്രമിച്ചത് മമ്മൂട്ടിക്കെതിരെയാണ്, അല്ല മമ്മൂട്ടിയെ പറ്റി പറയാനാണെന്നുള്ളൊരു കാര്യം ആ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി ഇല്ലയോ എന്നെനിക്കൊരു എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. കാരണം മമ്മൂട്ടി എന്താണെന്നും മമ്മൂക്ക ആരാണെന്നും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ള ജനങ്ങൾ എന്നും എക്കാലത്തും മമ്മൂക്കയെ സ്നേഹിച്ചിട്ടും മമ്മൂക്കയുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മമ്മൂക്കയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് സംഭവങ്ങളുണ്ടായാലും മമ്മൂക്കയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനായിട്ടാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റ്, അല്ല ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത നിങ്ങളെ കാണിക്കാം. മനോരമ ന്യൂസ് പങ്കുവച്ചിരിക്കുന്നതാണ്. മമ്മൂട്ടിക്ക് അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടാകരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. രമേശ് പിഷാരടിയോട് വരണ്ടെന്ന് പറഞ്ഞു. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറിയെ മമ്മൂട്ടി വിളിച്ചിരുന്നു. മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിൽ മെഴുകിയ ഒരുപാട് അണ്ണന്മാരുണ്ട് കേട്ടോ. അതായത് മമ്മൂട്ടി ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു ജില്ലാ സെക്രട്ടറി അയാൾക്ക് എന്തുമാത്രം വിഷമമുണ്ടായി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മെഴുകുകയും, പിന്നെ അവസാനം ജില്ലാ സെക്രട്ടറിയുടെ തന്നെ പത്രസമ്മേളനവും ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്കിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റുമൊക്കെ നമ്മൾ കണ്ടു. ഇതിനെല്ലാം പിന്നാലെയാണ് മമ്മൂക്ക ആ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചിട്ട് ആ ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി മാപ്പ് പറയുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക വിളിച്ച് അവിടെ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താൻ ആ രീതിയിൽ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളുമൊക്കെ പറയുന്ന കാര്യങ്ങളും അവിടെ ഉണ്ടായി. അപ്പോൾ എന്താണ് ആ വീഡിയോയിൽ വന്നിരിക്കുന്നത് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. മമ്മൂട്ടിക്കെതിരായ സൈബർ പ്രതികരണങ്ങൾ അനാവശ്യമോ? നമ്മളത് കണ്ടതാണ്, ചർച്ച ചെയ്താണ് 2 ദിവസം. മമ്മൂട്ടിക്കെതിരായ സൈബർ പ്രതികരണങ്ങൾ അനാവശ്യമോ? അനാവശ്യമെന്ന് 59.5% ആളുകൾ, അനാവശ്യമല്ലെന്ന് 24.7%, അഭിപ്രായമില്ലാത്തവർ 15.8%. 60% ആളുകളും അത് അനാവശ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. ശ്രീ ജോൺ ലൂക്കോസ്, അത് എന്താ പറയാ, നമ്മളെ ഈ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമില്ല. ഇപ്പോ നമ്മൾ ആരെങ്കിലും 10 കുറ്റം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തോ കുറ്റം ഉണ്ടെന്ന് തോന്നുക എന്ന തരത്തില്. അപ്പൊ അതൊരു അവസരം കിട്ടിയപ്പോൾ മമ്മൂട്ടിക്കെതിരെയും അത് വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ദാസേ, സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മമ്മൂട്ടിക്ക് അവിടെ അവിടെ ഒന്ന് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനകത്ത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം ആവരുതെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ആ ചെന്നൈയിൽ നിന്ന് വന്ന് അവിടെ കൽപ്പറ്റയിൽ വന്നപ്പോൾ അദ്ദേഹം MA ബേബി അവിടെയുണ്ട്. അപ്പൊ MA ബേബിയുണ്ട്, അതിന്റെ കൂടെ മാധ്യമപ്രവർത്തകരും ഉണ്ട്. അപ്പം ബേബി അവിടെ നിന്ന് പോകാനും മാധ്യമപ്രവർത്തകർ പോകാനും അദ്ദേഹം കാത്തു നിന്നു. കാരണം അവിടെ ആരും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം കൊണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള സാക്ഷാൽ രമേശ് പിഷാരടി അന്ന് കണ്ണൂരുണ്ടായിരുന്നു, കണ്ണൂർ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പിഷാരടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന ആളാണ് പിഷാരടി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആരും ഇല്ലാത്ത തരത്തിൽ അവിടെ സന്ദർശിക്കാൻ വന്നപ്പോഴാണ് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൂടെ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതിനൊരു രാഷ്ട്രീയ നിറം പാടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ മമ്മൂട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയും ഒരു ക്യാമറയുണ്ട്, അത് എത്ര പതുക്കെ എത്ര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ അത് ക്യാമറയിൽ പിടിക്കപ്പെടുമെന്നുള്ളതും, അത് പിന്നെ അങ്ങനെ എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്നുള്ളത് ഒരു പാഠമാണെന്ന് പറയാം. പക്ഷെ അതിന് സംഭവിച്ച ചില കാര്യങ്ങൾ പുറത്തു വരാത്തതായിട്ടുള്ള ഒരു പ്രധാന കാര്യം, അത് അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറി എഫീക്കിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് അങ്ങനെയൊന്നും തോന്നരുത്, ഞാനത് ഒരു രാഷ്ട്രീയമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള നിറവും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. അതിനുശേഷം ഈ പറഞ്ഞ വിവാദമെല്ലാം ഉണ്ടായി, മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ അറ്റാക്കും എല്ലാം നടന്നതിന് ശേഷം
വീണ്ടും പിറ്റേ ദിവസം ആണ് വീഡിയോ കോൾ വിളിക്കുന്നത്. അന്നേരം മാപ്പ് പറയുകയൊന്നുമല്ല ചെയ്തത്, അതേ ഒന്നുകൂടി വിശദീകരിച്ച് അതിനുശേഷമാണ് മമ്മൂട്ടി വിളിച്ചു പ്രശ്നം തീർന്നു പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞിട്ടും ഈ പ്രശ്നം ഇങ്ങനെ പോകാനും സൈബർ കുറ്റവാളികൾ അല്ലെ സൈബർ പടന്മാര് ഇങ്ങനെ ആക്രമിക്കുന്നതൊക്കെ അവർ കണ്ടു നിന്നു എന്നതാണ്. ഇപ്പൊ നമ്മള് കണ്ടില്ലേ, ഇവിടെ സംഘികളും കമ്മികളും ഒത്തുചേർന്ന് നിന്ന് കളിച്ചതാണ് ഈ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അന്നേ നമ്മൾ പറഞ്ഞു ഇതിൽ കൊങ്ങികളുടെയും കമ്മികളുടെയും സംഘികളുടെയും ഒക്കെ കളിയുണ്ടെന്നുള്ളത്. അതായത് കെ റഫീഖ് പിന്നീട് വന്ന് വലിയ നന്മമരം കളിക്കുകയുണ്ടായത്. റഫീഖിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം നല്ല വിഷമം ഉണ്ടായി കാണും. കാരണം എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നേ നിൽക്കുമ്പോൾ മമ്മൂക്കയെ പോലെ വലിയൊരു മനുഷ്യൻ വരുമ്പോൾ അയാളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കുറച്ച് പബ്ലിസിറ്റി കിട്ടുമെന്ന് വിചാരിച്ച് നിന്നാണ്. പക്ഷെ മമ്മൂക്ക ആദ്യമേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ റഫീഖിനെയും മറ്റുള്ള പല നേതാക്കന്മാരെയും ഈ പറയുന്ന പോലീസിൻ്റെ അടുത്തുമെല്ലാം അല്ലെ മാധ്യമങ്ങളുടെ അടുത്തുമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അവിടുന്ന് എല്ലാവരും മാറി നിൽക്കുമ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് വരുവുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം മാറി നിന്ന സമയത്ത് മമ്മൂക്ക അവിടേക്ക് പോകുമ്പോഴും കെ റഫീഖിന്റെ കൂട്ടത്തിലുള്ള പല ആളുകളും മമ്മൂക്കയ്ക്ക് ഒരു അകമ്പടിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി ഒരു കാര്യം മമ്മൂക്ക വിളിച്ച് പറഞ്ഞതായിരുന്നിട്ടും മമ്മൂക്കയ്ക്കൊപ്പം ഒരു ഒരു പാർട്ടിയുടെ ഒരു തങ്കച്ചാർത്ത് പോലെ ഇവരിങ്ങനെ നിന്നപ്പോൾ മമ്മൂക്കയ്ക്ക് നല്ല ദേഷ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മമ്മൂക്ക പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടോ പാർട്ടിയുടെ അണികൾക്ക് വേണ്ടിയിട്ടോ ഞാൻ നിങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ ഇവിടെയുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയത് എല്ലായിടത്തും ക്യാമറ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളെയാണ്, റീൽസ് ഓളികളെയാണ്, അല്ലെങ്കിൽ മമ്മൂക്കയെ ചൊറിയാൻ വേണ്ടിയിട്ടും മമ്മൂക്കയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും കാത്തുകെട്ടി കിടക്കുന്ന കുറച്ച് ആളുകളെയാണ്. അത് മമ്മൂക്ക ശ്രദ്ധിച്ചില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയും അദ്ദേഹം എന്തും എവിടെയും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് തന്നെയുമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ മെഴുകാനായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നതും. ഈ കാര്യം ഇട്ടുകൊടുത്തത് കമ്മികളാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ എടുത്ത് കൊട്ടിഘോഷിച്ചത് സംഘികളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഈ വീഡിയോ കാണുന്ന അല്ലെ ഇത് കാണുന്ന ആളുകൾക്ക് ഒരു സംശയം തോന്നുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ മനസ്സിലും ഈ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതായത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു യുഗം അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാളുടെ ജീവിത അവസാനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ളൊരു സംഘടനയാണ് സംഘികളുടെ സംഘടനയായിട്ടുള്ള BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും നമുക്ക് അവരെ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. കുറേ മുഖമില്ലാത്ത മേൽവിലാസമില്ലാത്ത കുറേ ഫേക്ക് അക്കൗണ്ടുകളും ഉണ്ടാക്കിക്കൊണ്ട് ഇവന്മാർ വെറുതെ മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ ആഹ്വാനം നടത്താൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു മാർഗം. അന്ന് തന്നെ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ കെ റഫീഖിനെ വിളിച്ചിട്ട് മമ്മൂക്ക പറയുകയുണ്ടായി അത്രേ. അതായത് കെ റഫീഖ് എന്താണ് സംഭവം, ഞാൻ ഇത് ഇങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒരു പാർട്ടിയുടെ ഒരു മേലങ്കി അണിയിപ്പിക്കാനായിട്ട് നിൽക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വെട്ടി തുറന്ന് അവിടെ വെച്ച് പറഞ്ഞതെന്നാണ് റഫീഖിനെ വിളിച്ച് പറഞ്ഞത്. എന്നാൽ റഫീഖ് ഈ കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ല. റഫീഖ് വലിയ നന്മമരം കളിക്കാനും റഫീഖിന് കൂടുതൽ സ്വീകാര്യത കിട്ടാനും അടുത്ത ഇലക്ഷൻ നിൽക്കുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടും റഫീഖ് ഒരുപക്ഷെ ഒരു വൃത്തികെട്ട കളി കളിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കളിപ്പിച്ചതായിരിക്കാം. അങ്ങനെ റഫീഖ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വലിയ രീതിയിലൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയും ചെയ്തതിന് പിന്നാലെ മമ്മൂക്ക റഫീഖിനെ വീഡിയോ കോൾ ചെയ്യുന്നു. ആ വീഡിയോ കോൾ ചെയ്തപ്പോൾ മമ്മൂക്ക ആ റഫീഖിനടുത്ത് സംസാരിച്ചത് മാപ്പ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി ക്ഷമിക്കുക അങ്ങനെയൊന്നും അല്ല. മമ്മൂക്ക പറഞ്ഞത് വീണ്ടും താൻ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ആരുടെ അടുത്താണ്? റഫീഖിൻ്റെ അടുത്ത്. അതായത് എന്തുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും എന്താണ് അവിടെ ഉണ്ടായതെന്നും എന്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വലിയ വിദ്വേഷ പ്രഖ്യാപനങ്ങളും വിദ്വേഷ ആഹ്വാനങ്ങളും ഉണ്ടാകുന്നതെന്നും വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒക്കെയാണ് അദ്ദേഹം അവിടെ വിവരിച്ചു കൊടുത്തത്. എന്നാൽ അതിനെയും കുറച്ച് മാധ്യമങ്ങളും മഞ്ഞപത്രങ്ങളും പാപ്പരാസികളും ഒക്കെ വേറെ അർത്ഥതലങ്ങളിലേക്ക് അല്ല വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു സംഭവവും സന്ദർഭവും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലായ്മ ചെയ്യേണ്ട ഒരു മനുഷ്യനാണോ മമ്മൂക്ക? ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംസ്ഥാനമാണോ കേരളം? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെയും മമ്മൂക്ക പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം എന്നല്ല അനേകം ആളുകൾ. എന്നാൽ ഈ കൂട്ടത്തിൽ സംഘികളുടെയോ കൊങ്ങികളുടെയോ കമ്മികളുടെയോ ഒക്കെ കൂട്ടത്തിൽ എല്ലായിടത്തും കുറേ ഈ പാഴ് വസ്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നല്ല ചെടികൾക്കിടയിൽ കള അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സസ്യം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മോശപ്പെട്ട കുറച്ച് ആളുകൾ ഈ പറയുന്ന സംഘികളുടെ കൂട്ടത്തിലല്ല, അത് തന്നെയാണ് കമ്മികളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, കൊങ്ങികളുടെ കൂട്ടത്തിലുമുണ്ട്. അപ്പോൾ ഈ ആളുകളെല്ലാം കൂടി മുസൽമാനായിട്ടുള്ള മമ്മൂട്ടിക്കെതിരെ അങ്ങ് ഒത്തുചേർന്നു. ആ ഒത്തൊരുമയുടെ ബലമായിട്ട് തന്നെയാണ് മമ്മൂട്ടിക്കെതിരെ ഈ രീതിയിൽ അല്ലെ മമ്മൂക്കയ്ക്കെതിരെ ഈ രീതിയിൽ കുറച്ച് കളികൾ കളിച്ചത്. എവിടെ പോയാലും ബോബനും മോളിലെ പട്ടിയുടെ കൂട്ടി രമേഷ് പിഷാരടി മമ്മൂക്കയുടെ കൂടെ കാണും. ഞാനും ആദ്യമേ ഓർത്തൊരു കാര്യം അതാണ്. എന്തുകൊണ്ട് ഈ ഒരു വയനാട് ചൂരൽമലയിലെ ഈ ഒരു ടൗൺഷിപ്പ് പദ്ധതി കാണാനായിട്ട് പോയ സമയത്ത് ഈ പറയുന്ന രമേഷ് പിഷാരടി പോയില്ല എന്നുള്ളത് അതും ആ വാർത്തയിൽ അവരെടുത്ത് പറയുന്നുണ്ട്.
പോകാത്തതിൻ്റെ പ്രധാന കാരണം രമേഷ് പിഷാരടി ഒരു പാർട്ടിയിൽ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ രമേഷ് പിഷാരടിയുടെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനും ഒരു പാർട്ടിയുടെ ഒരു നിറം അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു രീതിയിലേക്ക് ആയി പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മനുഷ്യനായിട്ട് കാണുന്നൊരു മനുഷ്യൻ അവിടെയുള്ള ആ ഒരു ജീവിതങ്ങൾ കാണാൻ വേണ്ടി പോയതായതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന് അതിൻ്റെ അകമ്പടിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയും വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോലും രമേഷ് പിഷാരടിയെ പോലും കൂട്ടാതെ ഒറ്റയ്ക്ക് ചെന്ന ഒരാൾ അവിടെ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയും പ്രസൻസ് ഇല്ലാതെ എല്ലാം കണ്ട് തിരികെ മടങ്ങാമെന്ന് വിചാരിച്ച ഒരാൾ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് എന്തോ തിരികെ വരുന്ന സമയത്ത് ജസ്റ്റ് അവിടേക്ക് പോയിട്ട് വന്നതാണ്. അതിനെ ഇത്രയും വലിയ രീതിയിൽ അദ്ദേഹത്തിനെ വിഷമകരമാക്കുന്ന രീതിയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ എന്തൊക്കെ ഇത്രയും പ്രശ്നമാക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞതും പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നമായി. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇതെല്ലാം മമ്മൂട്ടിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രി അവിടെ എടുത്തു പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചാണ്, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായില്ലേ? കിട്ടിയ അവസരത്തിൽ മാക്സിമം ഹേറ്റ് പോസ്റ്റ് ഇട്ടവർക്കും ഇത്ര കാലം കൂടെ നിന്നിട്ട് പാർട്ടിയുടെ പേരിൽ മമ്മൂക്കയെ തള്ളി പറഞ്ഞവർക്കുമുള്ള മറുപടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ചിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. മമ്മൂട്ടി ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പേജ്. ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമാണ്. മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഏതായാലും കേരളത്തിന്റെ മലയാളത്തിന്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിന്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കണ്ടില്ലേ? ഇതൊരു കേവലം പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ മാപ്പല്ല, അല്ലെങ്കിൽ വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ചോദിക്കുന്ന മാപ്പല്ല. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടും കേരളത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള കേരളത്തിൻ്റെ തലവനായിട്ടുള്ള ഒരു മനുഷ്യൻ ചോദിക്കുന്ന മാപ്പാണ്. അതും പരസ്യമായിട്ട്. രഹസ്യമായിട്ട് മമ്മൂട്ടിയെ വിളിച്ച് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമല്ല അദ്ദേഹം അവിടെ ചെയ്തത്. ഇവർ രണ്ടുപേരും മനുഷ്യത്വത്തിനും മനുഷ്യനും വില കൊടുക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണെന്ന് നമുക്കറിയാം. പാർട്ടിയുടെ തലത്തിൽ നോക്കുമ്പോൾ പല കൊള്ളരുതായ്മകളും പല ആളുകളും കാണിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. അതെല്ലാം മുഖ്യമന്ത്രി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഡയറക്റ്റ്ലി കൊള്ളരുതായ്മ കാണിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഇദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതങ്ങനെ പോട്ടെ, രാഷ്ട്രീയം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിത് രാഷ്ട്രീയമല്ല പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഒരിക്കലും രാഷ്ട്രീയം പറയുന്നൊരു വ്യക്തിയല്ല. ഇന്നൊരു വ്യക്തിയെ ഞാൻ ഊന്നിപ്പിടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. രാഷ്ട്രീയം പറയാറുണ്ട്. രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ തന്തയ്ക്ക് പുറക്കഴിയും കൊള്ളരുതായ്മ കാണിച്ച് അത് എടുത്ത് പറയാറുണ്ട്. അത് BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കൊങ്ങികളാണെങ്കിലും. അപ്പോൾ ഇവിടെ മമ്മൂക്കയ്ക്ക് കളിച്ച ആളുകൾക്കെല്ലാം ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാലം നമ്മുടെ മമ്മൂക്ക നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും മറക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ ഒരു അവസരത്തിലെല്ലാം മറന്നുകൊണ്ട് മമ്മൂക്കയെ കളിയാക്കിയ ആളുകൾ മമ്മൂക്കയെ പറ്റി ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കാമായിരുന്നു, അല്ലെ മമ്മൂക്കയെ പറ്റി ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് എടുത്ത് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റി ഇങ്ങനെ അപവാദങ്ങളും അപരാധങ്ങളും അപഖ്യാതികളും ഒക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഒരു സാധാരണ ഒരു നടനായി വളർന്നു വന്ന് ഇന്ന് മലയാള സിനിമ ഈ രീതിയിൽ കാണുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അസാമാന്യമായിട്ടുള്ളൊരു കഴിവും അയാളുടെ അസാമാന്യമായിട്ടുള്ള ഒരു സമർപ്പണ ബോധവുമൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഈ വലിയ രീതിയിൽ 100 കോടി 200 കോടി ക്ലബ്ബിൽ അടിക്കുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ആളുകൾ എന്താണ് കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ 100 കോടിയിലും 200 കോടിയിലും 500 കോടിയിലും ഒന്നും കാര്യമില്ല എന്നുള്ളത് ഈ വെറുതെ മുഖം മൂടി ധരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ളത് ഒരു കാര്യം മമ്മൂക്കയിൽ കൂടി നമുക്ക് മനസ്സിലാവുകയാണ്. ഈ ഒരു അവസരത്തിൽ മമ്മൂക്കയെ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത രീതിയിൽ അഭിനയിച്ച സംഘികളുടെയും കമ്മികളുടെയും ഒക്കെ കൂട്ടത്തിലുള്ള ആളുകൾ നിങ്ങളെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ, വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ആ ജനങ്ങൾ എന്നും മമ്മൂക്കയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. അതിലുള്ള പാർട്ടിയിലുള്ള തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്കും മനസ്സിലായി. ഇനി അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ വാലും തൂങ്ങി നടക്കുന്ന ഈ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള, ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെ കളിയാക്കുന്നില്ല, പക്ഷേ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഛേദവും വികാരവും അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു മനസ്സിലിരിപ്പും ഒന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞാലും എന്താണ് മമ്മൂട്ടി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെന്നും എക്കാലത്തും മമ്മൂക്കയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ ഉണ്ടായാലും മമ്മൂക്കയെ 100-ലധികം ശക്തിയോടെ അല്ലെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മമ്മൂക്ക തിരികെയും വരും. മമ്മൂക്കയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ, ബൈ.